ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫാണ് പ്ലാൻ ചെയ്യുന്നത്. എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും എനിക്കറിയത്തില്ല. അതെ, ഈ പറഞ്ഞതുപോലെ ഈ വീഡിയോ എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. കാരണം എൻ്റെ കൂടെ ഉണ്ണിക്കണ്ണനുണ്ട്. അപ്പോൾ രാവിലത്തെ കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള പരിപാടികളിലേക്കാണ് ഞാനിപ്പോൾ കടക്കുന്നത്. അങ്ങനെ റെക്കോർഡ് എഴുതാനായിട്ട് എടുത്തപ്പോഴാണ് ഞാൻ ആലോചിച്ചതെങ്കിൽ പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആക്കാമെന്ന്. അതുമല്ല, നെറ്റിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞ് റീചാർജ് ഓഫർ തീർന്നു. അപ്പോൾ പിന്നെ ഫോണിൽ തോണ്ടിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമുക്ക് കുറച്ച് പ്രൊഡക്റ്റീവ് ആക്കാം ഡേ എന്ന് വിചാരിച്ചു. ഇത് റെക്കോർഡ് എഴുത്ത് ഫ്രീ അല്ല കേട്ടോ, ഒള്ളി പെയ്ഡ് വർക്ക്, നോ ഫ്രീ വർക്ക്. അപ്പോൾ 3-4 റെക്കോർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തകർത്തിരുന്ന് എഴുതുവാണ് രാവിലത്തെ കലാപരിപാടികൾക്കെല്ലാം ശേഷം. ഈ ഒരെണ്ണം എഴുതി കംപ്ലീറ്റ് ആവും. 2 ഇവിടെ എഴുതാൻ ഇരിപ്പുണ്ട് കേട്ടോ. ഇനി 2 കൂടെ കൊണ്ട് തരുമെന്നാണ് ഇത് കൊണ്ടുതന്ന മഹാൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് പറ്റുന്ന പോലെ എഴുതി കൊടുക്കാം. പിള്ളേർക്കൊരു സഹായമാവും, നമുക്കൊരു വരുമാനമാവും. ഒരു 4-5 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഞാൻ കുത്തിയിരുന്ന് എഴുതുന്നത് കേട്ടോ. എൻ്റെ റെക്കോർഡൊക്കെ ഞാൻ എഴുതിയ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് എഴുതാമെന്ന് പറഞ്ഞത്. പക്ഷെ അന്നത്തെ പോലെ അല്ലല്ലോ, നല്ലപോലെ പുറമേതിനൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഒരു 3-4 ദിവസം എടുത്ത് ഞാനിതൊരു കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരെണ്ണം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ശരിയാക്കാം. ഇപ്പം ആ ഒരു സ്പീഡിലോട്ട് വരുന്നുണ്ട് കേട്ടോ, ആ ഒരു ഫ്ലോയിലേക്ക് അങ്ങ് എത്തി. അതിന് ശേഷം ഒരെണ്ണം എഴുതി വെച്ചിട്ട് ഞാൻ പിന്നെ പെരയ്ക്കൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കാമെന്ന് കരുതി. മുറ്റത്തേക്കാട്ടി പൊടി അഴുകും കാണും പെരയ്ക്കകത്ത്. എന്താണെന്നറിയത്തില്ല, എൻ്റെ പുത്രൻ്റെ ഓരോരോ കലാവിരുതുകളാണ്. ഒരു കുന്ന് പേപ്പർ കാണും. ഈ പേപ്പറെല്ലാം പിച്ച് കീറി കട്ടിലിൻ്റെ കീഴിൽ കൊണ്ടുവന്നിടും കേട്ടോ. കട്ടിലിൻ്റെ അടിയെന്ന് പറയുന്നത് അവന് വേസ്റ്റ് ഇടാനുള്ള സ്ഥലമാണ്. പിന്നെ എന്തെങ്കിലും അവൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിയാലും കളിപ്പാട്ടോ എന്തെങ്കിലും പൊട്ടിച്ചാലും അവൻ അത് ഓടിക്കൊണ്ടിരുന്ന കട്ടിലിൻ്റെ കീഴിലാണ് ഇടുന്നത്. കാരണം ഞാൻ കാണത്തില്ലല്ലോ, പിന്നെ ഞാൻ തൂക്കുമ്പോഴായിരിക്കും എടുക്കുന്നത്. പിന്നെ ഇപ്പം മഴയായതുകൊണ്ട് തന്നെ സ്റ്റെപ്പിലെല്ലാം തൂവാനമൊക്കെ തെറിച്ച് കയറി വെള്ളമൊക്കെ കിടപ്പുണ്ടായിരുന്നു. അത് പിന്നെ മോപ്പെടുത്ത് വെച്ചത് തുടച്ചു. ഇല്ലെങ്കിൽ ഉണ്ണിക്കണ്ണൻ മൂക്ക് കുത്തി വീഴും. അതുകൊണ്ട് തുടച്ച് ചവിട്ടുമ്പത്തേക്ക് തട്ടിക്കൊടന്ന് ഇട്ടതിന് ശേഷം ഈ സാധനത്തിൻ്റെ പേരെന്തോ നിങ്ങൾക്കറിയാമോ? ഞങ്ങളുടെ ഇവിടെയൊക്കെ അമ്മൂമ്മക്കാതെന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളവിടെ എന്താണ് പറയുന്നത്? നമുക്ക് ശബരിമലയിൽ പോയിട്ട് വരുമ്പോൾ അതിൻ്റെ കൂടെ പൊരിയൊക്കെ കിട്ടുമല്ലോ, പൊരിയൊക്കെ കൊണ്ട് തരുമല്ലോ. അതിനകത്തിലുള്ള സംഭവമാണ് ഈ അമ്മൂമ്മക്കാതെന്നുള്ള സാധനം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതാ എൻ്റെ സ്റ്റാൻഡ് നടന്ന് വരുന്നു. അതിന് ശേഷം കുറച്ച് തുണിയൊക്കെ ഇന്നലെ കഴുകിയിട്ടത് വെയിൽ വന്നപ്പോൾ എടുത്ത് വെയിലത്തിടാമെന്ന് കരുതി. ഞാൻ ഈ നോക്കി പിടിക്കുന്ന ഉണ്ണിക്കണ്ണനെയാണ്. കൈ കഴുകട്ടെന്നും പറഞ്ഞ് 1 കപ്പ് വെള്ളമായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അതെല്ലാം ഉടുപ്പിനകത്ത് കോരി ഒഴിക്കും. പിന്നെ മേല് കുളിപ്പിക്കാനുള്ളതായതുകൊണ്ട് ഞാനങ്ങ് വെറുതെ വിട്ടേക്കുന്നു, വഴക്കൊന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ അവൻ്റെ തുണി അകത്ത് ഇങ്ങനെയാണ് കേട്ടോ ഉണക്കാൻ വേണ്ടിയിട്ട് ഫാൻ്റെ ചോട്ടിൽ ഇട്ടിരുന്നത്. അപ്പോൾ എന്നോട് ചോദിക്കും എന്താ ഇങ്ങനെ ഇടുന്നതെന്ന്. വാലയെ കടിച്ചങ്ങ് നടന്നോളൂ. പിന്നെ ഇന്നലെ നമ്മുടെ കിങ്ങി ഡോഗ് അഴിച്ചും പോയിട്ടുണ്ടായിരുന്നു. അവളെ അഴിച്ച് കെട്ടിയപ്പം അവൾ അപ്പുറത്തോട്ട് വന്നില്ല കേട്ടോ. അവൾ സ്ഥിരം കിടക്കുന്ന സ്ഥലത്ത് വന്നില്ല. അവൾ നമ്മുടെ തിണ്ടയ്ക്കാണ് കയറി കിടന്നത്. പിന്നെ അവിടെ കെട്ടിയിട്ട് രാവിലെ അമ്മ പിന്നെ അഴിച്ച് അപ്പുറത്തോണ്ട് കെട്ടി. പിന്നെ ഉണ്ണിക്കണ്ണൊക്കെ എപ്പോഴും കയറി ഇരിക്കുന്നതായതുകൊണ്ട് അമ്മ രാവിലെ ഒന്ന് കഴുകിയിട്ടിട്ടാണ് പോയത്. എന്നാലും ഞാൻ പിന്നെ കുറച്ച് ഡെറ്റോളൊക്കെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് വെയിൽ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഉണ്ണിക്കണ്ണനെ കുളിപ്പിക്കാൻ പോയി കേട്ടോ. ഉണ്ണിക്കണ്ണനെ കുളിപ്പിക്കുന്നത് ഭയങ്കര എളുപ്പമാണ്. പക്ഷേ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള ഈ ഗ്രൂമിങ് ഉണ്ടല്ലോ, ഈ ഒരുക്കാനുള്ള പരിപാടി ഭയങ്കര പാടാണ്. അവൻ നിൽക്കത്തില്ല, അങ്ങ് കുരുത്തക്കേട് അങ്ങ് ഇല്ല, കാലിൽ സ്പ്രിങ് വെച്ചതല്ല, ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ അങ്ങോട്ട് പോകും. ആ ഒരു സൈസാണ്. ഈ ഒരു സൈസ് വീട്ടിലുള്ള എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ എങ്ങനെയായിരിക്കും ഈ പ്രൊഡക്റ്റിൻ്റെ ഒരു റിവ്യൂ എന്നുള്ളത്. പിന്നെ എന്താ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും നമ്മുടെ പുറകിൽ ഇങ്ങനെ നടന്നോളും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത്. ഒരു സമയം പോലും എങ്ങും വെറുതെ ഇരിക്കാൻ സമ്മതിക്കത്തില്ല കേട്ടോ ഈ കുരുപ്പ്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. എന്നാലും നമുക്ക് നമ്മുടെ ഇച്ചിരി എക്സ്ട്രാ സ്പെഷ്യൽ ആയിരിക്കുമല്ലോ. പിന്നെ എനിക്കാണെങ്കിൽ ഒരു കാര്യമുണ്ട് കേട്ടോ. എന്താണെന്നറിയാമോ, ഈ ആൾക്കാരെന്തോ വിചാരിക്കും എന്നുള്ളൊരു ചിന്ത വളരെ കൂടുതലായിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അത് എത്ര മാറ്റണമെന്ന് വിചാരിച്ചിട്ടും അങ്ങോട്ട് പറ്റുന്നുമില്ല. ചില സമയത്ത് ഇങ്ങനെ ഇപ്പോൾ നമ്മളൊരു വീഡിയോ ഒക്കെ എടുത്ത് ഇടണമെന്നൊക്കെ വിചാരിക്കും. അയ്യോ അവരെന്തോ വിചാരിക്കും, അവരെന്നല്ല കാണുന്ന ആൾക്കാരെന്തോ വിചാരിക്കും, അവർക്ക് ഇഷ്ടപ്പെടുമോ, അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷെ എന്നാലും എന്തായാലും നമ്മൾ ഇറങ്ങി തിരിച്ചു. നമ്മളിനി അതും ചിന്തിച്ച് തന്നിട്ട് യാതൊരു കാര്യമില്ല. നമുക്ക് അങ്ങോട്ട് ഇടാവുന്നത്. പിന്നെ താണ്ടെ അത് കണ്ടോ, അത് ഞാൻ കുറച്ച് വാൾപേപ്പർ ഒട്ടിച്ചായിരുന്നു കേട്ടോ. ഉണ്ണിക്കണ്ണൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒട്ടിച്ചാണ്. എൻ്റെ കുരുപ്പിൻ്റെ നല്ല കയ്യിലിരിപ്പ് കൊണ്ടാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു തുള വീണത് കണ്ടോ. അവനത് പിച്ചിക്കേറി ഇട്ടതാണ്. പിന്നെ ഈ സ്റ്റാൻഡ് ഇതിങ്ങനെ ആയതിൻ്റെ പിന്നിലും ഉണ്ണിക്കണ്ണൻ്റെ കൈകൾ ഉണ്ട്. ഉണ്ണിക്കണ്ണനാണോ അമ്മൂമ്മയാണോ ആരാന്നറിയത്തില്ല, ആരോ തട്ടിയിട്ടാണ്. പിന്നെ ഈ ടോയ് കണ്ടോ, നല്ല രസമില്ലേ കാണാൻ. ഈ ടോയ് ഞങ്ങൾക്ക് കിൻഡർ ജോയുടെ കൂടെ കിട്ടിയതാട്ടോ. മറ്റേ സ്പൈഡർമാനെ കിട്ടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ കിൻഡർ ജോയ്ക്കകത്ത്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സ്പൈഡർമാനെ കിട്ടാൻ വേണ്ടി കുറേ കിൻഡർ ജോയ് വാങ്ങിച്ചു. പക്ഷെ ഞങ്ങൾക്ക് സ്പൈഡർമാനെ കിട്ടിയില്ല, പകരം ഈ മാനയാണ്. നല്ല മഴക്കോള് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ മഴയൊന്നും പെയ്തില്ല. ഞങ്ങൾക്ക് വൈകിട്ടൊരു പാലുകാച്ചുണ്ടായിരുന്നു. പാലുകാച്ച് എന്ന് പറയുമ്പോൾ ഹൗസ് വാമിങ് നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ്. അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. ഉണ്ണിക്കണ്ണൻ്റെ തലയിൽ ആരായിരിക്കുന്നതെന്നൊക്കെ ഒരു കോഴിക്കുഞ്ഞ്. ഇത് സുമയാൻ്റിയുടെ വീട്ടിലാണ് കേട്ടോ. നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് സുമയാൻ്റിയുടെ വീട്. അപ്പോൾ അവിടെ ഒരു കോഴിക്കുഞ്ഞുണ്ട്. ഈ കോഴിക്കുഞ്ഞ് നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ കൂടി ഇങ്ങ് വരും കേട്ടോ. ഉണ്ണിക്കണ്ണൻ അതിനെടുത്ത് തോളയിലൊക്കെ വെച്ച്. അപ്പോൾ എനിക്കൊരാഗ്രഹം എൻ്റെ തോളത്തും കൂടി ഇരുത്താൻ. പക്ഷെ ഞാനും എടുത്തിരുത്തി. നമ്മൾ പതുക്കെ പാലുകാച്ച് വീട്ടിലോട്ട് പോയി. നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ. നമ്മൾ ഉണ്ണിക്കണ്ണൻ്റെ കുറേ ഫോട്ടോസൊക്കെ ഈ വയലിൽ വെച്ച് എടുത്തിട്ടുണ്ട്. നമ്മൾ പാലുകാച്ച് വീട്ടിലൊക്കെ പോയി വീടൊക്കെ കണ്ടു, ഫുഡൊക്കെ കഴിച്ചു, തിരിച്ചു വന്നു. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയുള്ളൂ. ടാറ്റ ബൈ, സീ യു, താങ്ക് യു ഫോർ വാച്ചിങ്.